So we were discussing about the special customers of bank. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ കസ്റ്റമേഴ്സ് എന്താണെന്നുള്ളതും ഒരു കസ്റ്റമർ എന്താണെന്നും ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു കസ്റ്റമർ ആരാണെന്നും സ്പെഷ്യൽ കസ്റ്റമേഴ്സ് ആരാണെന്നും ഒക്കെ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തു പോകുന്നു. മൈനേഴ്സ്, ലുനാറ്റിക്സ്, ഡ്രങ്കാർഡ്സ്, മാരീഡ് വുമൺ, ഏജൻറ്റ്, ജോയിൻറ്റ് അക്കൗണ്ട്സ്, ഇല്ലിറ്ററേറ്റ് പേഴ്സൺസ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ക്ലബ് അസോസിയേഷൻ, പാർട്ണർഷിപ്പ് ഫേം, ഇതെല്ലാം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ കസ്റ്റമേഴ്സാണ്. So in the previous video we discussed minors, lunatics and drunkards. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ബാക്കിയുള്ള സ്പെഷ്യൽ കസ്റ്റമേഴ്സിനെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫോർത്ത് വൺ ഈസ് മാരീഡ് വുമൺ. എ മാരീഡ് വുമൺ ഈസ് എ കോമ്പീറ്റൻറ്റ് ടു എൻ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട്. അപ്പം ഒരു മാരീഡ് വുമൺ എന്ന് പറഞ്ഞ ആൾ ഇപ്പം ലുനാറ്റിക്സ് ആയിക്കൊള്ളട്ടെ, ഡ്രങ്കാർഡ്സ് ആയിക്കൊള്ളട്ടെ, മൈനർ ആയിക്കൊള്ളട്ടെ, ഈ മൂന്ന് കൂട്ടരും ദേ ആർ നോട്ട് കോമ്പീറ്റൻറ്റ് ടു എൻ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരോട് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ ബാങ്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ മാരീഡ് വുമൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ കോമ്പീറ്റൻറ്റ് ടു എൻ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട്. സാധാരണ ഏതൊരു വ്യക്തിയെ പോലെയും മാരീഡ് വുമണിന് കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടാനുള്ള അധികാരമുണ്ട്. അവരുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വാലിഡുമാണ്. പക്ഷേ എങ്കിലും മാരീഡ് വുമൺ എന്ന് പറയുന്ന സ്പെഷ്യൽ കസ്റ്റമർ ഓഫ് ബാങ്കായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് പ്രത്യേകം അവരുമായിട്ട് ബാങ്ക് ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. സോ ദ മാരീഡ് വുമൺ ക്യാൻ ഓപ്പൺ സേവിങ്സ് അക്കൗണ്ട് ഓർ കറണ്ട് അക്കൗണ്ട് ഇൻ നെയിം ഓഫ് ദി മാരീഡ് വുമൺ. അപ്പം ഒരു മാരീഡ് വുമൺ വന്നിട്ട് പറയുകയാണ് എനിക്കൊരു സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ ബാങ്കിന് തീർച്ചയായിട്ടും അത് അനുവദിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ബാങ്കിന് ഒരിക്കലും മൈനേഴ്സിന് കറണ്ട് അക്കൗണ്ട് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. പക്ഷേ മാരീഡ് വുമൺ ഓപ്പൺ സേവിങ്സ് അക്കൗണ്ടോ കറണ്ട് അക്കൗണ്ടോ ഏത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഓപ്പണിംഗ് ഇൻ ദ നെയിം ഓഫ് മാരീഡ് വുമൺ ഷീ ഷുഡ് ബി റിക്വയർഡ് ടു ഫർണിഷ് നോട്ട് ഓൺലി ദ ഡീറ്റെയിൽസ് but also the details of her husband such as his income, his name, occupation, address, etc. ഇപ്പോൾ ഒരു മാരീഡ് വുമൺ ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ അവരുടെ ഇൻഫർമേഷൻസ് മാത്രം പോരാ. ഷീ നീഡ് ടു ഫർണിഷ് ദി ഡീറ്റെയിൽസ് അബൌട്ട് ഹർ ഹസ്ബൻഡ്, നെയിം, occupation, etc. ഹസ്ബൻഡിൻ്റെ ഡീറ്റെയിൽസും കൂടി മാരീഡ് വുമൺ കൊടുക്കേണ്ടതായിട്ടുണ്ട്. It is beneficial to the bank to allow the married woman to operate her account only if there is sufficient balance in their account. അപ്പോൾ നമുക്കറിയാം സാധാരണഗതിയിൽ നമുക്ക് ബാങ്കുകളിൽ ഒരു കറണ്ട് അക്കൗണ്ടൊക്കെയാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് ബാങ്കിൽ നമ്മളുടെ അക്കൗണ്ടിലുള്ള പൈസയേക്കാൾ കൂടുതലൊക്കെ നമുക്ക് ഓവർ ഡ്രോ ചെയ്യാനുള്ള ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. നമ്മുടെ അക്കൗണ്ടിൽ 1000 രൂപ ഉള്ളെങ്കിൽ പോലും 2000 രൂപയൊക്കെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയൊക്കെ ബാങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഇഫ് വി ഹാവിങ് എ കറണ്ട് അക്കൗണ്ട്. പക്ഷേ ബാങ്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് മാരീഡ് വുമൺ ആണെങ്കിൽ, മാരീഡ് വുമണിൻ്റെ കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് അവരുടെ അക്കൗണ്ടിൽ കൂടുതൽ പൈസ, അവരുടെ അക്കൗണ്ടിലുള്ളതിൽ കൂടുതൽ പൈസ ഓവർ ഡ്രോ ചെയ്യാൻ അനുവദിക്കരുത്. സോ ദ ബാങ്ക് ഷുഡ് നോട്ട് ഗ്രാൻഡ് എ ലോൺ ഓർ ഓവർ ഡ്രാഫ്റ്റ് ടു എ മാരീഡ് വുമൺ. പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കുക, അങ്ങനെ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സോ എ ബാങ്ക് ഷുഡ് നോട്ട് ഗ്രാൻഡ് എ ലോൺ ഓർ ഓവർ ഡ്രാഫ്റ്റ് മാരീഡ് വുമൺ കൺസിഡർ ദ പ്രോപ്പർട്ടി ഓഫ് ഹർ ഹസ്ബൻഡ്. ഹസ്ബൻഡ് കനോട്ട് ബി മെയ്ഡ് ലയബിൾ. അപ്പോൾ നമുക്ക് ഹസ്ബൻഡിൻ്റെ ഒരു ആസ്തി കണ്ടുകൊണ്ട് ഒരിക്കലും ഒരു മാരീഡ് വുമണിന് ലോൺ അനുവദിക്കാൻ ബാങ്ക് പാടില്ല. ബിഫോർ ഗ്രാൻഡിങ് എ ലോൺ ഫോർ ഓവർ ഡ്രാഫ്റ്റ് ടു എ മാരീഡ് വുമൺ ദ ബാങ്ക് ഷുഡ് എക്സാമിൻ ഹെർ ഓൺ അസറ്റ്സ് ഓർ പ്രോപ്പർട്ടി. ആ മാരീഡ് വുമണിൻ്റെ പേരിലുള്ള അസറ്റ്സ് തന്നെ ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം ലോണും മറ്റു കാര്യങ്ങളുമൊക്കെ ബാങ്കർ മാരീഡ് വുമണിന് അനുവദിക്കാൻ. അല്ലാതെ ഹസ്ബൻഡിൻ്റെ പ്രോപ്പർട്ടീസും അസറ്റ്സും കണ്ടുകൊണ്ട് ഒരിക്കലും മാരീഡ് വുമണിന് ലോൺ അനുവദിക്കാൻ പാടില്ല. ഇൻ ദാറ്റ് ആസ്പെക്റ്റ് ദ മാരീഡ് വുമൺ ടേൺസ് ടു ബി എ സ്പെഷ്യൽ കസ്റ്റമർ ഓഫ് ദി ബാങ്ക്. ഇനി അടുത്ത കാറ്റഗറി അല്ലെങ്കിൽ അടുത്തൊരു സ്പെഷ്യൽ കസ്റ്റമർ എന്ന് പറയുന്നത് ഏജൻറ്റുകളാണ്. ആരാണ് ഏജൻറ്റ് എന്നുള്ളതാണ്. ഏജൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു തേർഡ് പാർട്ടിയാണ്. ഓക്കെ, ആൻ ഏജൻറ്റ് ഈസ് എ പേഴ്സൺ ഹു ഈസ് അപ്പോയിൻറ്റഡ് ബൈ അനദർ പേഴ്സൺ ടു റെപ്രസെൻറ്റ് ഹിം ഇൻ ട്രാൻസാക്ഷൻ വിത്ത് തേർഡ് പാർട്ടീസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹത്തിന് ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. അപ്പം ഈ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ ആൾ വൈ എന്ന് പറഞ്ഞ ഒരാളെ നിയമിക്കുകയാണ്. ഈ എക്സിൻ്റെ പേരിൽ ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനും പണമിടപാടുകൾ നടത്താനും വൈനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ വൈ ആണ് ഇവിടെ ഏജൻറ്റ് എന്ന് പറയുന്നത്. സോ ആൻ ഏജൻറ്റ് ഈസ് എ പേഴ്സൺ ഹു ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി അനദർ പേഴ്സൺ. ആ അനദർ പേഴ്സൺ എന്ന് പറയുന്നതാണ് ശരിക്കും ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ. ഈ അനദർ പേഴ്സൺ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളാണ് ഏജൻറ്റ്. ടു റെപ്രസെൻറ്റ് ഹിം
ഈ അനദർ പേഴ്സണെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനദർ പേഴ്സൺ നിയമിക്കുന്ന ആളാണ് ഈ ഏജൻറ്റ്. ഹിം ഇൻ ട്രാൻസാക്ഷൻ വിത്ത് ദ പാർട്ടീസ്. സോ ഏജൻറ്റ് ഈസ് ജനറലി പെർമിറ്റഡ് ടു ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് ദ പ്രിൻസിപ്പൽ ആൻഡ് ഓപ്പറേറ്റ് ഇറ്റ്. ഈ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ പേരിലാണോ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ആ വ്യക്തിയാണ്. അപ്പോൾ ഏജൻറ്റ് ജനറലി പെർമിറ്റഡ്, ഈ ഏജൻറ്റിന് ഈ പ്രിൻസിപ്പിൾ, ഈ വ്യക്തി അധികാരം കൊടുത്തിട്ടുണ്ട് ഇയാളുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും അത് ഓപ്പറേറ്റ് ചെയ്യാനുമുള്ള അധികാരം ഇയാൾ പ്രിൻസിപ്പിൾ ഏജൻറ്റിന് നൽകിയിട്ടുണ്ട്. ദ ബാങ്കർ ഷുഡ് ടേക്ക് ഫോളോയിങ് പ്രിക്കോഷൻസ്. അപ്പോൾ അങ്ങനെ ഒരു ഏജൻറ്റ് സമീപിക്കുമ്പോൾ, ഏജൻറ്റ് നമ്മൾ സാധാരണഗതിയിൽ നമ്മളുടെ അക്കൗണ്ട് നമ്മൾ തന്നെയല്ലേ തുടങ്ങുക. പക്ഷേ ഏജൻറ്റ് എന്തിനാണ് വരുന്നത്? ഏജൻറ്റ് ഒരു ബാങ്കിനെ സമീപിക്കുന്നത്, ഏജൻറ്റ് വന്നിട്ട് പറയുകയാണ് എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, എൻ്റെ പേരിലല്ല, എൻ്റെ പ്രിൻസിപ്പളിൻ്റെ പേരിലാണ്. പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേരിലാണ് ഏജൻറ്റ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദ ബാങ്കർ ഷുഡ് ടേക്ക് ഫോളോയിങ് പ്രിക്കോഷൻസ്. ദ ബാങ്കർ ഷുഡ് ഗെറ്റ് എ മാൻഡേറ്റ് ബിഫോർ അലോവിങ് ദ ഏജൻറ്റ് ടു ഓപ്പറേറ്റ് ഹിസ് പ്രിൻസിപ്പൽ അക്കൗണ്ട്. ഈ ബാങ്കിന് ഒരു മാൻഡേറ്റ് കിട്ടണം. മാൻഡേറ്റ് കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൻഡേറ്റ് കിട്ടേണ്ടത് ആ വ്യക്തിയിൽ നിന്നുമാണ്, ആ പ്രിൻസിപ്പലിൻ്റെ കയ്യിൽ നിന്നുമാണ് മാൻഡേറ്റ് കിട്ടേണ്ടത്. മാൻഡേറ്റ് ഈസ് എ ലെറ്റർ ഓഫ് അതോറിറ്റി എക്സിക്യൂട്ടഡ് ബൈ ദ പ്രിൻസിപ്പൽ ഇൻ ഫേവർ ഓഫ് ദി ഏജൻറ്റ് അലോയിങ് ഹിം ടു ഓപ്പറേറ്റ് ദി അക്കൗണ്ട്. അപ്പോൾ ഈ മാൻഡേറ്റ് ബാങ്കിന് കിട്ടണം എന്ന് പറയുന്നു. മാൻഡേറ്റ് കൊടുക്കേണ്ട വ്യക്തി പ്രിൻസിപ്പലാണ്. അയാൾ ഒരു മാൻഡേറ്റ് ബാങ്കിന് കൊടുക്കുകയാണ്. ആ മാൻഡേറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങാനും അത് ഓപ്പറേറ്റ് ചെയ്യാനുമുള്ള അവകാശം ഞാൻ ഇന്ന ആൾക്ക് കൊടുത്തിരിക്കുന്നു, അയാളാണ് ഈ ഏജൻറ്റ് എന്ന് പറയുന്ന ഒരു മാൻഡേറ്റ് ബാങ്കുകൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ബാങ്കിന് ഏജൻറ്റുകൾ മുഖേനയുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അനുവദിക്കാൻ പറ്റുള്ളൂ. സോ ദ പ്രിൻസിപ്പൽ ഷുഡ് അസർട്ടൻ ദ സ്കോപ്പ് ഓഫ് ദ പവേഴ്സ് ഓഫ് ദി ഏജൻറ്റ് ഫ്രം ദി മാൻഡേറ്റ്. ആ മാൻഡേറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം ഈ പ്രിൻസിപ്പൽ ഈ ഏജൻറ്റിന് എൻ്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങാനും അത് ഓപ്പറേറ്റ് ചെയ്യാനും അതിന് ഇന്ന അധികാര പരിധികളും ഒക്കെ ഞാൻ അനുവദിക്കുന്നു എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ ചിലപ്പം ബാങ്ക് പ്രിൻസിപ്പലിന് ഇങ്ങനെയൊക്കെ വെക്കാം, 1,00,000 രൂപ വരെ പിൻവലിക്കാനുള്ള അധികാരമാണ് കൊടുത്തിരിക്കുന്നത്, അതിൽ കൂടുതൽ പിൻവലിക്കാനുള്ള അധികാരം കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഈ പ്രിൻസിപ്പലിന് ഈ ഏജൻറ്റിൻ്റെ മുകളിൽ വെക്കാം. അപ്പോൾ ആ മാൻഡേറ്റിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടക്കുക. ആ മാൻഡേറ്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ബാങ്കിന് ഈ കൃത്യമായിട്ടും ഒരു ഏജൻറ്റ് വഴിയായിട്ടുള്ള അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻസോൾവൻസി ഓർ ഇൻസാനിറ്റി ഓഫ് ദ പ്രിൻസിപ്പൽ. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ശരിക്കും അക്കൗണ്ട് ഉള്ള വ്യക്തി ഇൻസോൾവൻ്റ് ആവുകയോ അല്ലെങ്കിൽ ഇൻസാനിറ്റി ആവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ അൺസൗണ്ട് മൈൻഡ് ആവുകയോ അല്ലെങ്കിൽ അയാൾ പാപ്പരാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏജൻറ്റിന് പിന്നെ ആ അക്കൗണ്ട് റൺ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതല്ല. ഇതൊക്കെയാണ് ഏജൻറ്റ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ കസ്റ്റമറിൻ്റെ പ്രത്യേകത. അടുത്തത് ജോയിൻ്റ് അക്കൗണ്ടുകളാണ്. ജോയിൻ്റ് അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു അക്കൗണ്ട് ഇറ്റ് വിൽ ബി ഇൻ ദ നെയിം ഓഫ് 1 person. ജോയിൻ്റ് അക്കൗണ്ട്സ് ആർ ദി അക്കൗണ്ട്സ് ഇൻ വിച്ച് ഇറ്റ് ഈസ് ഓൺ ദ നെയിം ഓഫ് 2 or 3 persons. നോർമലി ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പാർട്ട്നേഴ്സ്, ഇങ്ങനെയുള്ളവരൊക്കെയാണ് ജോയിൻ്റ് അക്കൗണ്ടുകൾ തുടങ്ങാറുള്ളത്. When 2 or more persons open an account jointly, it is called joint account. Generally, joint accounts are opened by partners, husband, wife, etc. അപ്പോൾ ഇതിൽ ബാങ്കർ അത്തരത്തിലുള്ള ജോയിൻ്റ് അക്കൗണ്ട് തുറക്കുമ്പോൾ പ്രത്യേകം ചില കാര്യങ്ങൾ ബാങ്കർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സൈൻഡ് ആപ്ലിക്കേഷൻ വേണം. ഒരു വ്യക്തി മാത്രം സൈൻ ചെയ്താൽ പോരാ. ജോയിൻ്റ് അക്കൗണ്ടിൽ ആരൊക്കെയാണോ ചേർന്നാണോ അക്കൗണ്ട് തുടങ്ങുന്നത് ആ അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ എല്ലാവരുടെയും സൈൻഡ് ആപ്ലിക്കേഷൻ വേണം. ഒബ്റ്റെയിനിങ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും ആ ഒരു ജോയിൻ്റ് അക്കൗണ്ട് ആ ഇൻസ്ട്രക്ഷനിൽ കൃത്യമായിട്ട് പറയണം ഇതിൽ ജോയിൻ്റ് അക്കൗണ്ടേഴ്സിൽ ആർക്കൊക്കെ എന്തൊക്കെ അധികാരമാണുള്ളത്, ആർക്കൊക്കെ എന്തൊക്കെയാണ്. ചിലപ്പോൾ പണം പിൻവലിക്കാനുള്ള അധികാരം ഒരു വ്യക്തിക്കേ ഉണ്ടാവുള്ളൂ, നിക്ഷേപിക്കാൻ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് ആ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ബാങ്കറിന് കൊടുത്തിരിക്കണം. സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഓർഡർ. ഇതിൽ ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ഇനി പൈസ പേയ്മെൻറ്റ് കൊടുക്കണ്ട, ആർക്കും കൊടുക്കണ്ട എന്നൊരു ഓർഡർ കൊടുക്കാനുള്ള അധികാരം ഉണ്ടാവും. അത് ചിലപ്പോൾ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവില്ല. അതോറിറ്റി ടു ഓവർഡ്രോ. ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ടിലുള്ള പണത്തേക്കാൾ കൂടുതൽ ഓവർഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള അധികാരം ഒരു വ്യക്തിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവില്ല. അപ്പോൾ അതാരാണ് എന്നുള്ളത് കൃത്യമായിട്ട് സ്റ്റിപ്പുലേറ്റ് ചെയ്യണം. റിവോക്കേഷൻ ഓഫ് അതോറിറ്റി. ചിലപ്പോൾ ഇങ്ങനെ ഒരു അതോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് തിരിച്ചെടുക്കാനുള്ള അധികാരവും വേറൊരാൾക്കുണ്ടാവും. ഡെത്ത് ഓഫ് ദി ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡർ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് അടുത്ത കാര്യങ്ങൾ അത് ആ പൂർണ്ണമായിട്ടുള്ള അധികാരം മറ്റേ ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡറിലേക്ക് കൈമാറുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ
A signed application should be there which is duly signed by all the joint account holders, and they should obtain the instructions regarding the conduct of the ബാങ്കിങ് ട്രാൻസാക്ഷൻ. ഏത് ജോയിൻ്റ് ഹോൾഡറിനാണോ എന്തൊക്കെ റൈറ്റുകളാണോ ഉള്ളത് എന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് സ്റ്റിപ്പുലേറ്റ് ചെയ്യണം. അപ്പോൾ ജോയിൻ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ ആൾക്കാർ ചേർന്ന് ഒരു അക്കൗണ്ട് തുടങ്ങുന്നതാണ് ജോയിൻ്റ് അക്കൗണ്ട്. ദാറ്റ് ഈസ് ഓൾസോ എ സ്പെഷ്യൽ കസ്റ്റമർ ഓഫ് ബാങ്ക്. നൗ വി ക്യാൻ സീ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നതും ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ കസ്റ്റമറാണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആസ് ഡിഫൈൻഡ് ആസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഇൻവിസിബിൾ, ഇൻടാഞ്ചിബിൾ ആൻഡ് എക്സിസ്റ്റിംഗ് ഓൺലി in the contemplation of law. It has separate legal existence and it has perpetual succession. The banker must satisfy himself with the following while opening an account in the name of the company. ഇപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ വിത്ത് പെർപ്പച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്. ഒരു കോമൺ സീൽ ഉണ്ടാകും കമ്പനിക്ക്. പെർപ്പച്വൽ സക്സഷൻ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീണ്ടു പോകുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ് കമ്പനി. അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തികളുടെ ഒരു കൂട്ടമാണ്. അതൊരു ആർട്ടിഫിഷ്യൽ ഒരു ഒറ്റ വ്യക്തിയാണെന്ന് വരെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കമ്പനിയുടെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു കമ്പനി ബാങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കമ്പനി ഒരു സ്പെഷ്യൽ കസ്റ്റമറാണ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം. ആ സാഹചര്യത്തിൽ ബാങ്ക് പ്രത്യേകം ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരു അക്കൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ്. ഒന്നാമത് ബാങ്കിന് ചില ഡോക്യുമെൻറ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് ആ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി കൊടുക്കാൻ ബാങ്കർക്ക് അനുവാദമുള്ളൂ. ആ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, രണ്ടാമത്തത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ് ഓഫ് ബിസിനസ്, application form and copy of board resolution, written mandate, registration charges, any change in the company's constitution or offices. So ഇതെല്ലാമാണ് വ്യത്യസ്ത ഡോക്യുമെൻറ്റുകൾ. ഒരു ബാങ്കർക്ക് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് ഒരു അക്കൗണ്ട് അനുവദിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ലഭിക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണ്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഇസ് ദ മെയിൻ ഡോക്യുമെൻറ്റ് ഓഫ് ദ കമ്പനി. അതാണ് ഏറ്റവും മെയിൻ ഡോക്യുമെൻറ്റ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ് ഏറ്റവും മെയിൻ ഡോക്യുമെൻറ്റ്. അതിൽ കൃത്യമായിട്ട് which embodies its constitution and is called the charter of the company. It gives detail especially regarding the objects and the capital of the company's. Copy of this document should be insisted upon while opening an account. അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ് കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് എൻബഡീസ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇസ് കോൾഡ് ദ ചാർട്ടർ ഓഫ് ദ കമ്പനി. അപ്പോൾ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലായിരിക്കും കൃത്യമായിട്ട് ആ കമ്പനിയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ഫോം ചെയ്തിരിക്കുന്നതെന്നും ആ കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും അതേപോലെ തന്നെ ആ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതും കമ്പനിയുടെ ക്യാപിറ്റലിനെ കുറിച്ചുള്ള വിവരങ്ങളും എല്ലാം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഡെഫിനറ്റ്ലി വൈൽ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് ഒരു ബാങ്കർ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പരിശോധിച്ചിട്ടുണ്ടാവണം. അടുത്തത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനാണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്താണുള്ളത്? അതിൽ പ്രധാനമായിട്ടും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദി കമ്പനിയാണുള്ളത്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദി കമ്പനി റിഗാർഡിങ് ഇസ് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്. ആ ഒരു കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട എങ്ങനെ നടത്തിപ്പുകൾ നടക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനുള്ളത്. ഇറ്റ് കണ്ടെയ്ൻസ് ഇൻ ഡീറ്റെയിൽ ഓൾ മാറ്റേഴ്സ് വിച്ച് ആർ കൺസേൺഡ് വിത്ത് ദ കണ്ടക്ട് ഓഫ് ഡേ ടു ഡേ ബിസിനസ് ഓഫ് ദ കമ്പനി. ഇപ്പോൾ ഒരു ബിസിനസ് ഡേ ടു ഡേ നടന്നു പോകണമെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം, ഇതെല്ലാം ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ പറയുന്നുണ്ട്. ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഈസ് ഓൾസോ another document with the banker insist upon. It enables the banker to know the details of the company, borrowing powers, quantum, person authorized to borrow. This will also enable the banker to understand whether the act of the officers are within the orbit of the company's memorandum of article. അപ്പോൾ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ പ്രധാനമായിട്ടും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് എന്തൊക്കെ റൈറ്റാണ് ഉള്ളത് എന്നുള്ളതെല്ലാമാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ. അപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ അടുത്ത് നിന്ന് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും ബാങ്കർ ആവശ്യപ്പെടും. കാരണം ബാങ്കറിന് അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും ഈ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, ആർക്കൊക്കെ എന്തൊക്കെ റൈറ്റാണുള്ളത്, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ആർക്കാണുള്ളത്, ഏത് വ്യക്തിക്കാണ് കൂടുതലും പവറുള്ളത്, ഏത് വ്യക്തിക്കാണ് ബാങ്കിങ് ട്രാൻസാക്ഷനിൽ ഓരോരോ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അധികാരമുള്ളത്. ഇതെല്ലാം കൃത്യമായിട്ട് ഒരു കമ്പനിയുടെ മേജറായിട്ടുള്ള ആൾക്കാരാരൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ഒരു ബാങ്കറിന് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ സഹായകരമാകുന്നു.
അടുത്തത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആണ്. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ബാങ്കർ തീർച്ചയായിട്ടും സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ പരിശോധിക്കണം. ദിസ് ഈസ് അനദർ വൈറ്റൽ ഡോക്യുമെൻറ്റ് ദ ബാങ്കർ ഹാസ് ടു വെരിഫൈ. എന്താണ് ഇതിൽ പറയുന്നത്? ദിസ് ഡോക്യുമെൻറ്റ് സിഗ്നിഫൈസ് ദാറ്റ് ദ കമ്പനി ക്യാൻ കമ്മൻസ് ഇറ്റ്സ് ബിസിനസ് ആക്ടിവിറ്റീസ് ആസ് സൂൺ ആസ് ഇറ്റ് ഗെറ്റ്സ് ദ സർട്ടിഫിക്കറ്റ് വിച്ച് ഈസ് നോട്ട് ദ കേസ് വിത്ത് ദ പബ്ലിക് കമ്പനി. അപ്പോൾ പ്രധാനമായിട്ടും സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്പനിക്ക് ബിസിനസ് ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. ദിസ് ഡോക്യുമെൻറ്റ് സിഗ്നിഫൈസ് ദാറ്റ് ദ കമ്പനി ക്യാൻ കമ്മൻസ് ഇറ്റ്സ് ബിസിനസ് ആക്ടിവിറ്റീസ് സോ ആസ് സൂൺ ആസ് ഇറ്റ് ഗെറ്റ്സ് ദ സർട്ടിഫിക്കറ്റ് വിച്ച് ഈസ് നോട്ട് ദ കേസ് വിത്ത് ദ പബ്ലിക് കമ്പനി. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ബിസിനസ് ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. സർട്ടിഫിക്കറ്റ്സ് ടു കമ്മൻസ് ബിസിനസ്. ഓൺലി ഫോർ പബ്ലിക് കമ്പനീസ് ദ ബാങ്കർ ഇൻസിസ്റ്റ് അപ്പോൺ ദ ഡോക്യുമെൻറ്റ് ഫോർ വെരിഫിക്കേഷൻ. അപ്പോൾ പ്രധാനമായിട്ട് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ പ്രൈവറ്റ് കമ്പനികളാണെങ്കിലാണ് ബാങ്ക് കൂടുതലും പരിശോധിക്കുക. പബ്ലിക് കമ്പനിക്ക് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ്റെ ആവശ്യമില്ല. അതേസമയം സർട്ടിഫിക്കറ്റ് ഓഫ് കമ്മൻസ് ഓഫ് ബിസിനസ് ബാങ്കർ ആവശ്യപ്പെടുന്നത് പബ്ലിക് കമ്പനീസിൻ്റെ കേസിലാണ്. ഓൺലി ഫോർ പബ്ലിക് കമ്പനീസ് ദ ബാങ്കർ ഇൻസിസ്റ്റ് അപ്പോൺ ദ സർട്ടിഫിക്കറ്റ് ഓഫ് കമ്മൻസ് ഓഫ് ബിസിനസ്. ദിസ് ഡോക്യുമെൻറ്റ് ഗിവ്സ് the clearance to public companies to commence their business activities. A company can borrow funds provided it has obtained this certificate. അപ്പോൾ പ്രധാനമായിട്ടും സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ബാങ്കർ പ്രൈവറ്റ് കമ്പനികൾക്ക് ബാങ്ക് ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ആവശ്യപ്പെടും. സർട്ടിഫിക്കറ്റ് ഓഫ് കമ്മൻസ് ഓഫ് ബിസിനസ് ഒരു പബ്ലിക് കമ്പനിക്ക് ബാങ്കിൽ ഒരു പർട്ടിക്കുലർ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ബാങ്കർ ആവശ്യപ്പെടുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് കമ്മൻസ് ബിസിനസ് ആണ്. ഓക്കെ, ദ കമ്പനി ക്യാൻ ബോറോ ഫണ്ട് ഓൺലി ഇഫ് it has the certificate to commence business. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബോറോ ചെയ്യാനൊക്കെ കമ്പനിക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൽ പ്രധാനമായിട്ടും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, സർട്ടിഫിക്കറ്റ് ഓഫ് കമ്മൻസ് ബിസിനസ്. അടുത്തത് അഞ്ചാമത്തെ ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് എന്താണ്? ആപ്ലിക്കേഷൻ ഫോം ആൻഡ് കോപ്പി ഓഫ് ദി ബോർഡ് റെസൊല്യൂഷൻ. A copy of the prescribed application form duly completed in all respect has to be submitted at the beginning, and that too duly signed by the company's authorized officers. Along with this, a copy of the resolution passed at the meeting of the board regarding appointment of the company's banker is quite necessary to make everything lawful. The resolution copy should be signed by the company's chairman and the secretary. In addition, a copy of specific signatures of the officers empowered to operate the bank account has to be furnished. അപ്പോൾ പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കമ്പനി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ബാങ്കിന് എന്തായാലും ഒരു ഡ്യൂലി സൈൻഡ് ആപ്ലിക്കേഷൻ ഫോം വേണം. അതുകൂടാതെ ബോർഡ്സ് റെസൊല്യൂഷൻ അതും വേണം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കണം. അപ്പോൾ അതേപോലെ തന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് ആപ്ലിക്കേഷൻ ഫോമിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കണം. അതുകൂടാതെ തന്നെ ഒരു ബോർഡ് റെസൊല്യൂഷൻ അലോങ് വിത്ത് ദിസ് കോപ്പി ദ റെസൊല്യൂഷൻ പാസ്ഡ് അറ്റ് ദ മീറ്റിംഗ് ഓഫ് ദ ബോർഡ് റിഗാർഡിംഗ് അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്പനീസ് ബാങ്കർ. അതുകൂടാതെ ഒരു ബാങ്ക്സ് റെസൊല്യൂഷൻ്റെ ഒരു കോപ്പിയും കൂടി ബാങ്കറിന് കൊടുക്കണം. പ്രധാനമായിട്ടും ബോർഡിൻ്റെ ഒരു റെസൊല്യൂഷൻ, ഒരു കമ്പനിക്ക് ഒരു ബോർഡ് ഉണ്ടാവുമല്ലോ, ആ ബോർഡ് റെസൊല്യൂഷൻ അതിൻ്റെ ഒരു കോപ്പി ബാങ്കർക്ക് കമ്പനി കൊടുക്കണം. അപ്പോൾ ഈ ബോർഡിൻ്റെ റെസൊല്യൂഷനിലാണ് കൃത്യമായിട്ടും ഇന്ന ബാങ്കിനെ ഈ കമ്പനിയുടെ ബാങ്കറായിട്ട് നിയമിക്കുന്നു എന്നുള്ള തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ ബാങ്കറായിട്ട് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളൊരു റെസൊല്യൂഷൻ ബാങ്കർക്ക് കമ്പനി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ ആ റെസൊല്യൂഷനിലായിരിക്കും കൃത്യമായിട്ടും മെയിനായിട്ടുള്ള ചെയർമാൻ അടക്കം CEO അടക്കമുള്ളവരുടെയൊക്കെ സ്പെസിമെൻ സിഗ്നേച്ചേഴ്സും ഓഫീസേഴ്സിൻ്റെയൊക്കെ സിഗ്നേച്ചേഴ്സും ഒക്കെ സ്പെസിമെൻ ഉണ്ടാവുക ഈ റെസൊല്യൂഷനിലായിരിക്കും. അപ്പോൾ ഒരു ബാങ്കറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആപ്ലിക്കേഷൻ ഫോമും കോപ്പി ഓഫ് ദി ബോർഡ്സ് റെസൊല്യൂഷനും. എങ്കിൽ മാത്രമേ ഒരു കമ്പനിക്ക് അക്കൗണ്ട് തുടങ്ങാൻ അനുവാദം കൊടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് എ റിട്ടൺ മാൻഡേറ്റ്. ദിസ് ഈസ് ഓൾസോ അനദർ ഡോക്യുമെൻറ്റ് that a banker insists upon. It contains all the details regarding operation, overdrawing of the account and giving security to the bank by the officers of the company. This document is useful to the bank for opening as well as the operating the account of the company. അപ്പോൾ റിട്ടേൺ മാൻഡേറ്റ് ആർക്കാണ് കൂടുതലും ഓവർഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഓവർഡ്രോ ചെയ്യാനുള്ള അധികാരം, അല്ലെങ്കിൽ ആർക്ക് ഏതൊക്കെ അധികാരങ്ങളാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നാണ് റിട്ടേൺ മാൻഡേറ്റ്.
പിന്നെ registration charges. Whenever a company borrows, it has to given certain assets by the way of security, and in case of in the case the banker accept them as security, it has to be properly recorded in the company's book, register of charge, and duly registered. അപ്പോൾ കൃത്യമായിട്ടൊരു രജിസ്ട്രേഷൻ ഓഫ് ചാർജസ് ഉണ്ട്. പല ടൈപ്പ് ചാർജുകളുണ്ട്. വെനെവർ എ കമ്പനി ബോറോസ്, ഇറ്റ് ഹാസ് ടു ഗിവ് certain assets by the way of security, and in case the banker accept them as security, it has to be properly recorded. അപ്പോൾ കൃത്യമായിട്ടും ഒരു കമ്പനിക്ക് ബോറോ ചെയ്യണമെങ്കിൽ ആ കമ്പനി എന്താണെങ്കിലും ചില അസറ്റുകളൊക്കെ പ്ലെഡ്ജ് ചെയ്യേണ്ടി വരും, സെക്യൂരിറ്റി ആയിട്ട് പ്ലെഡ്ജ് ചെയ്യേണ്ടി വരും ബാങ്കറിന് മുമ്പിൽ. സോ ദ ബാങ്കർ അക്സെപ്റ്റ് ദം ആസ് സെക്യൂരിറ്റി. അത് ഒരു സെക്യൂരിറ്റി ആയിട്ട് കണ്ട് ബാങ്ക് ലോണുകളും മറ്റു കാര്യങ്ങളും കമ്പനിക്ക് കടമായിട്ട് കൊടുക്കും. ഇറ്റ് ഹാസ് ടു ബി പ്രോപ്പർലി റെക്കോർഡഡ് ഇൻ ദ കമ്പനീസ് ബുക്ക്, രജിസ്റ്റർ ഓഫ് ചാർജസ് ആൻഡ് ഡ്യൂലി രജിസ്റ്റേർഡ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇങ്ങനെ പ്ലെഡ്ജ് ചെയ്യുന്ന സെക്യൂരിറ്റീസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് കമ്പനി ബുക്സിലും രജിസ്റ്റർ ഓഫ് ചാർജസിലും ഡ്യൂലി രജിസ്റ്റർ ചെയ്ത് എൻട്രി ചെയ്ത് രജിസ്റ്റേർഡ് ആക്കി വെക്കണം. പിന്നെ അടുത്തൊരു ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എനി ചേഞ്ച് ഇൻ കമ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ഓഫീസേഴ്സ്. Whenever there is any change in the constitution like memorandum or in respect of company's office, it has to be communicated within the bank, and it should not in a way affect the earlier contracts entered into by the company with the bank. അപ്പോൾ പ്രധാനമായിട്ടും കമ്പനിയുടെ എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ മേജർ ബോഡിയോ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അത് ധരിപ്പിക്കണം, ബാങ്കിനെ ധരിപ്പിക്കണം. ഇറ്റ് ഹാസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ഇൻ റൈറ്റിംഗ് ടു ദ ബാങ്ക്, ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ഇൻ എ വേ അഫക്ട് ദ ഏർലിയർ കോൺട്രാക്ട്സ്. അപ്പോൾ കൃത്യമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മളുടെ കമ്പനിയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ബാങ്കിനെ റിട്ടേൺ ആയിട്ട് തന്നെ അറിയിക്കേണ്ടതാണ്. സോ ഇതൊക്കെയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ഒരു സ്പെഷ്യൽ കസ്റ്റമറായിട്ട് ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ലാസ്റ്റ് വൺ ഈസ് ദ ക്ലബ്, അസോസിയേഷൻ ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ക്ലബ്സ്, അസോസിയേഷൻ ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്ലബ്സ്, അസോസിയേഷൻ ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ നോൺ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻട്രസ്റ്റഡ് ഇൻ സർവിങ് നോബിൾ കോഴ്സസ് ഓഫ് എഡ്യൂക്കേഷൻ, സ്പോർട്സ്, എക്സെട്ര. ദ ബാങ്കർ ഷുഡ് ഒബ്സർവ് ദ ഫോളോയിങ് പ്രിക്കോഷൻസ് ഇൻ ഡീലിംഗ് വിത്ത് ദം. അപ്പോൾ ഈ ക്ലബ്ബ്, അസോസിയേഷൻ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഒരു ട്രേഡല്ല, ഒരു വാണിജ്യാടിസ്ഥാനത്തിലുള്ളതല്ല. പ്രത്യേകിച്ച് ക്ലബ്ബുകൾ, അസോസിയേഷൻ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ ഒരു നോബിൾ കോഴ്സസിന് വേണ്ടിയിട്ടുള്ളതാണ്, നല്ലൊരു ആശയത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതെല്ലാം. അതൊരു പക്കാ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളവയല്ല. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ കസ്റ്റമറാണ്. അവരെ ഡീൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും എന്താണ്? ഇൻകോർപ്പറേഷൻ, rules and bylaws of the organization, a copy of the resolution of the managing committee, an application form, a written mandate, transfer of fund, death or resignation. അപ്പോൾ പ്രധാനമായിട്ടൊരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഒക്കെ കണ്ടതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇൻകോർപ്പറേഷൻ, എ സ്പോർട്സ് ക്ലബ്, an association or an education institution must be registered or incorporated according to the Indian Companies Act of 1956 or Cooperative Society Act. If it is not registered, the organization will not have any legal existence and it has no right to contract with the outside parties. അപ്പോൾ കൃത്യമായിട്ടും ഒരു ക്ലബ്ബ്, അസോസിയേഷൻ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഒരു ബാങ്കിലൊരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ഡെഫിനറ്റ്ലി അത് രജിസ്റ്റേർഡ് ചെയ്തിരിക്കണം. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരമോ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരമോ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് മാത്രമേ അങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങാനുള്ള അധികാരമുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് രജിസ്റ്റേർഡ്, ദ ഓർഗനൈസേഷൻ വിൽ നോട്ട് ഹാവ് എനി ലീഗൽ എക്സിസ്റ്റൻസ് ആൻഡ് ഹാസ് നോ റൈറ്റ് ടു കോൺട്രാക്ട് വിത്ത് ദ അതർ പാർട്ടീസ്. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനുള്ളതോ അല്ലെങ്കിൽ മറ്റൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ളതോ ഒരു അധികാരം ക്ലബിനോ അസോസിയേഷനോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ ഇല്ല. Rules and bylaws of the organization. A registered association or organization is governed by the provisions of the act under which it has been registered. It may have its own constitution, charter or memorandum of association and rules and bylaws carry on its own activity. A copy of the same should be furnished by the organization to the banker to acquaint the latter with the powers and functions of the persons managing its affairs. അപ്പോൾ പ്രധാനമായിട്ടും റൂൾസ് ആൻഡ് ബൈലോസ് ഓഫ് ദി ഓർഗനൈസേഷൻ, ഒരു അസോസിയേഷൻ ആയിക്കൊള്ളട്ടെ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ക്ലബ്ബ് ആയിക്കൊള്ളട്ടെ, ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ബൈലോകളും റൂൾസും റെഗുലേഷൻസും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടൊരു ബാങ്കിന് നൽകിയിട്ടുണ്ടാവണം.
A copy of the resolution of managing committee. For opening a bank account, the managing committee of the organization must pass a resolution. അപ്പോൾ ഒരു കൃത്യമായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ മാനേജിങ് കമ്മിറ്റി ഓഫ് ദി ഓർഗനൈസേഷൻ മസ്റ്റ് ഹാവ്സ് ടു പാസ് ദ റെസൊല്യൂഷൻ. ആൻഡ് ആപ്ലിക്കേഷൻ ഫോം, കൃത്യമായിട്ട് ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ അസോസിയേഷൻ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു റിട്ടേൺ മാൻഡേറ്റ് കൊടുക്കണം. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് വിച്ച് കണ്ടെയ്ൻസ് എ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ഗിവൻ ടു ബാങ്ക് റിഗാർഡിംഗ് ദി ഓപ്പറേഷൻസ് ഓവർ ഡ്രോയിങ്. ആർക്കെല്ലാമാണ് എന്തൊക്കെ റൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് റിട്ടേൺ മാൻഡേറ്റ്. ആൻഡ് ദ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്. All funds and checks which are in the name of the institution should be invariably credited to the institution account and not to the personal or private accounts of the office bearers of the institution. So, all the funds and checks which are in the name of institution should be invariably credited to institution account. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിലുള്ള എല്ലാ ചെക്കുകളും ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കൗണ്ട് ആൻഡ് നോട്ട് ടു പേഴ്സണൽ ഓർ പ്രൈവറ്റ് അക്കൗണ്ട്. ആ ഒരു കാര്യം പ്രത്യേകം അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിലുള്ള എല്ലാ ഫണ്ടുകളും ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കൗണ്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതല്ലാതെ ഒരു പേഴ്സണൽ അക്കൗണ്ട്സോ അല്ലെങ്കിൽ പ്രൈവറ്റ് അക്കൗണ്ട്സോ ആയിട്ട് മാറി അത് അങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ച് ഈ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സിൻ്റെ കാര്യത്തിൽ. ഓൾ ഫണ്ട്സ് ആൻഡ് ചെക്സ് വിച്ച് ആർ ഇൻ ദ നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി ഇൻവേരിയബിളി ക്രെഡിറ്റഡ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കൗണ്ട് ഇറ്റ് സെൽഫ്. ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കൗണ്ടിലേക്ക് തന്നെ അത് ക്രെഡിറ്റ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. അല്ലാതെ പേഴ്സണൽ അല്ലെങ്കിൽ പ്രൈവറ്റ് അക്കൗണ്ടുകളിലേക്ക് പോവാതെ സൂക്ഷിക്കുക. അതേപോലെ തന്നെ അടുത്തൊരു സംഗതിയാണ് ഡെത്ത് ഓർ റെസിഗ്നേഷൻ. In case the person authorized to operate the account on behalf of the organization or association dies or resigns, the banker should stop the operation of the organization account till the organization nominates another person to operate his account. ഇപ്പോൾ നോർമലി ക്ലബ്ബ്, അസോസിയേഷൻ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അക്കൗണ്ട് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു വ്യക്തിയെ സ്ഥാപിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ വ്യക്തിയുടെ മരണമോ അല്ലെങ്കിൽ ആ വ്യക്തി റിസൈൻ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ബാങ്ക് മറ്റുള്ള ഒരു ബാങ്കിങ് ഓപ്പറേഷൻസ് നടത്തുന്നതിൽ നിന്ന് ഒരു തൽക്കാലം പ്രത്യേകിച്ച് ഒരു ഹോൾട്ട് അവിടെ ഇടണം. ദ ബാങ്ക് ഷുഡ് സ്റ്റോപ്പ് ദ ഓപ്പറേഷൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ അതിനൊരു വിരാമം എങ്ങനെ ഉണ്ടാവാം? ദി ഓർഗനൈസേഷൻ അക്കൗണ്ട് ടിൽ ദി ഓർഗനൈസേഷൻ നോമിനേറ്റ്സ് അനദർ പേഴ്സൺ. അപ്പോൾ ഒരു വ്യക്തി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വ്യക്തി ആവുന്നത് വരെ ഓപ്പറേഷൻസ് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതും ക്ലബ്ബ്, അസോസിയേഷൻ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ. നെക്സ്റ്റ് ഈസ് പാർട്ട്ണർഷിപ്പ് ഫേം. പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് നമുക്കറിയാം, എ പാർട്ട്ണർഷിപ്പ് ഈസ് നോട്ട് റിഗാർഡഡ് ആസ് എൻ എൻറ്റിറ്റി and it is separate from the partners. The Indian Partnership Act of 1932 defines partnership as the relation between persons who have agreed to share the profit of the business carried on by all or any of them acting for all. അപ്പോൾ രണ്ട് പേര് തമ്മിൽ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അതിൻ്റെ ലാഭം ഒരുമിച്ച് വീതിച്ചു കൊള്ളാം എന്നുള്ള രീതിയിലുള്ള ഒരു പർട്ടിക്കുലർ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ് പാർട്ട്ണർഷിപ്പ്. എ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. ലാഭം പങ്കുവെച്ചു കൊള്ളാമെന്നുള്ള രീതിയിൽ. ക്യാരീഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. So partnership is formed or constituted on account of agreement between the partners and with the sole intention of earning sharing profit in a particular ratio. Further, the business is carried on either by all the partners or some partners acting for all. The partners can join and several liabilities, and the partnership does not possess any legal entity. A banker should take the following precautions while opening the account in the name of the partnership firm. അപ്പോൾ ഒരു ബാങ്കർ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് സംഗതികൾ എന്തൊക്കെയാണ്? ആപ്ലിക്കേഷൻ ഫോം. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ എഴുതുന്ന ആപ്ലിക്കേഷൻ ഫോം, പ്രിസ്ക്രൈബ്ഡ് ആപ്ലിക്കേഷൻ ഫോം ഡ്യൂലി കംപ്ലീറ്റഡ് ഇൻ ഓൾ ആസ്പെക്ട്സ് along with the specific signature of the partners of the firm should be given to the banker. അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു ആപ്ലിക്കേഷൻ ഫോം എല്ലാവരും സൈൻ ചെയ്തൊരു ആപ്ലിക്കേഷൻ ഫോം which includes the specific signature of the partners, it should be given to the banker. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫോം വേണം. പിന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡ് വേണം. എ ബാങ്കർ ഷുഡ് വെരി കെയർഫുള്ളി എക്സാമിൻ ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് വിച്ച് ഈസ് ദ charter of the firm to acquaint himself with the constitution and the business of the firm. This will help him to know his position while advancing funds to the firm.
അപ്പോൾ കൃത്യമായിട്ട് ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് കൃത്യമായിട്ടും നമ്മൾ കൊടുത്തിരിക്കണം ബാങ്കറിന്. ബാങ്കർ ഷുഡ് കെയർഫുള്ളി എക്സാമിൻ ഇറ്റ് വിച്ച് ഈസ് എ ചാർട്ടർ ഓഫ് ദ ഫേം ടു അക്വൈൻ ഹിംസെൽഫ് വിത്ത് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ബിസിനസ് ഓഫ് ദി ഫേം. അപ്പോൾ ഒരു ബാങ്കർക്ക് കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവണം, ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് നോക്കിയാൽ മനസ്സിലാവണം കൃത്യമായിട്ടും ഈ ഒരു കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷനും ബിസിനസ്സും ഒക്കെ എന്താണെന്നുള്ളത്. പിന്നെ അടുത്തത് ഒരു മാൻഡേറ്റ് ആണ്. മാൻഡേറ്റ് ഗിവിങ് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ടു ദ ബാങ്കർ റിഗാർഡിംഗ് ഓപ്പറേഷൻസ്, ഓവർ ഡ്രോയിങ് എക്സെട്ര. നെക്സ്റ്റ് ഈസ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ആൻഡ് ദ അതർ വൺ ഈസ് സാങ്ഷൻ ഓഫ് ഓവർ ഡ്രാഫ്റ്റ്. ആർക്കൊക്കെയാണ് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാനുള്ള അധികാരമുള്ളത് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. സോ അതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു പാർട്ട്ണർഷിപ്പ് ഫേംസിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതികൾ. ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിരിക്കണം ബാങ്കർക്ക്, പാർട്ട്ണർഷിപ്പ് ഡീഡ് കൊടുത്തിരിക്കണം, മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ടാവണം, ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് കൊടുത്തിട്ട് അതും പ്രത്യേകം. ദ ബാങ്കർ ഹാസ് ടു വെരി കെയർഫുൾ ടു സീ ദ ഫണ്ട്സ് ബിലോങ് ടു ദ ഫേം ഷുഡ് നോട്ട് ക്രെഡിറ്റ് ടു ദി പേഴ്സണൽ ഓർ പ്രൈവറ്റ് അക്കൗണ്ട്സ്. നമ്മൾ നേരത്തെ ക്ലബിൻ്റെ അസോസിയേഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും അതൊരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ആയിക്കോട്ടെ ക്ലബിൻ്റെ ആയിക്കോട്ടെ ഒരു പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. അത് കൃത്യമായിട്ട് അസോസിയേഷൻ അല്ലെങ്കിൽ ക്ലബിൻ്റെ അക്കൗണ്ടിലേക്കാണ് അല്ലെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പ് ഒരു അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ആൻഡ് സാങ്ഷനിങ് ഓഫ് ഓവർ ഡ്രാഫ്റ്റ്. വൈൽ സാങ്ഷനിങ് ഫണ്ട്സ് ബൈ ദ വേ ഓഫ് ഓവർ ഡ്രാഫ്റ്റ്, ദ ബാങ്കർ ഹാസ് ടു ചെക്ക് അപ്പ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് ആൻഡ് എക്സാമിൻ ദ ബോറോയിങ് പവേഴ്സ് ഓഫ് ദി പാർട്ട്നേഴ്സ്. അപ്പോൾ കൃത്യമായിട്ടും പാർട്ട്നേഴ്സിൻ്റെ ബോറോയിങ് പവറൊക്കെ ഒന്ന് മെഷർ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പാർട്ട്ണർഷിപ്പ് ഫേമിൽ വരുന്നത്. സോ ഇൻ ദിസ് വീഡിയോ വി ഹാവ് ഡിസ്കസ്ഡ് ദ സ്പെഷ്യൽ കസ്റ്റമേഴ്സ് ലൈക്ക് married woman, agents, joint stock company, club, association, partnership firm, etc. So all these are the special customers of a bank.